പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി. നമ്മളെ പിന്നെ റൂമിന്റെ അപ്പുറത്തെ റൂം കാലിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആ റൂം ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കോ. ഈ വീഡിയോന്റെ ലാസ്റ്റ് വീടിന്റെ ഒരു വീഡിയോ ഉണ്ടാവും, എത്ര റൂം കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തു തരാം. അതിൽ ഇവിടുത്തെ ഹൗസ് ഓണറുടെ നമ്പറും കൊടുക്കാം. ഓക്കെ, നമ്മുടെ നെയ്ബർ ആവാൻ താല്പര്യമുള്ള ആളുകൾ കടന്നു വരും. പിന്നെ നമ്മൾ രണ്ടാളും ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കുന്നത്. ഞാനിത് വെച്ച എന്തിനാന്ന് വെച്ചാല് ഇരിക്കുമ്പോൾ വയറിലേശം മുമ്പോട്ട് ഉന്തി നിൽക്കുന്നുണ്ട് എൻ്റെ, അത് കവർ ചെയ്യാനാ. ഇനി എന്തിനാ ഇതെടുത്ത് വെച്ചേ? അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. ഇത് ബാക്കിൽ ഒരുപാട് ഐറ്റംസ് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. അതൊക്കെ നമുക്ക് പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്ന് പോകേണ്ടി വന്ന്. അന്നേരം തൊട്ടേ ഒരു ടെൻഷൻ ആയിരുന്നു. കാരണം പെട്ടെന്നൊക്കെ പോകേണ്ടിയൊക്കെ വന്നാലില്ലേ നമ്മളൊന്നും എടുത്തു വെച്ചിക്കില്ല, എല്ലാം ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചാൽ സുഖമാണല്ലോ അല്ലെ. പിന്നെ അതെ, പിന്നെ ഇവള് ഓരോ സാധനങ്ങൾ എവിടെയാ വെച്ചെന്നുള്ളത് ഓക്കെ അറിയുള്ളൂ. അപ്പോൾ ഞാനത് എവിടെ തപ്പിയാലും കിട്ടൂല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എല്ലാം നല്ല വൃത്തിക്ക് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ? ഇതൊക്കെ നല്ലോണം തിരുമ്പി ഉണക്കി വെച്ചതാണ് കേട്ടോ. ബേബീന്റെ ഡ്രസ്സുകളൊക്കെയാണ്. ആദ്യം ഡ്രസ്സുകൾ വെക്കുക. എന്താ ഇന്ന് ആദ്യം നോക്കണ്ടേ? പറഞ്ഞ ഇനി പറഞ്ഞ എല്ലാരും എന്റെ പേന്റെ ഷർട്ടല്ലേ വെക്കുക. ആ പഴയ ബാഗ് ട്രോളി അവിടെ പോയി. ഇത് എനക്കുള്ളതാട്ടോ. അതെന്റെ രണ്ടോട്ട് ചെരുപ്പോ അത്രക്കാർ സാധനം ഒന്നും ഇല്ലല്ലോ. ഇത് മടക്കി വെച്ചാൽ ലേശല്ലുള്ളൂ. ഇത് ഇസ്തിരി ഇടണോ? നിങ്ങളെ ഇസ്തിരി നിങ്ങളെ അഭിപ്രായം പറയട്ടോ. ഇത് പിന്നെ എന്ത് ആണ് ഇസ്തിരി ഇടണോ? അല്ല ഇടാ, ഇടുന്നതിനും ഇല്ലാലോ. പക്ഷെ ഇത്തിരി ഇട്ടാ ഇത് അത്രയും നൈസ് ആയോണ്ട് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ എടുത്ത് വെക്കുക. ഇസ്തിരി ഇട്ട് ഞാൻ ഇട്ടോളാം. നിങ്ങളൊന്ന് പറയും, കമന്റിലും പറയട്ടെ. ഇസ്തിരി ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അറിയിക്കേ. എന്തായാലും നമ്മള് കുപ്പായയിൽ വെക്കുന്നുണ്ട് അല്ലേ? ഓ മടക്കി തന്നെയാ വെക്കുന്ന നമ്മളെ. എന്നല്ലാണ്ട് ചുരുട്ടാൻ ഇടുവാനാ? അങ്ങനെ ഒരു മടക്കി എന്ന് പറഞ്ഞാൽ ഇത് 4 ആയിട്ട് മടക്കുവാനേ പറ്റുമോ? അങ്ങനെ ചെറിയ ഇതല്ലേ. പിന്നെ വേറെ എന്താ വെക്കാനുള്ള? ബേബീന്റെ മൊത്തം കൊട്ടയിലല്ലേ? എന്താ ബേബീന്റെ എല്ലാം നമ്മൾ ഇതിന്റെ അകത്താണല്ലോ വെക്കുന്നേ. അപ്പൊ അത് ഓർത്താ മതിയല്ലോ. ആ ഓക്കെ. പിന്നെ വേറെന്താ വെക്കാനുള്ള? ഓരോന്ന് എടുത്ത് തന്നേക്ക്. ഇതിന്റെ അകത്ത് ഫുള്ള് ഡ്രസ്സും ടർക്കി ആക്കണ്ടേ? ഷീറ്റും എല്ലാം ഇതിൽ വെക്കുവല്ല. ഇതൊക്കെ ഇങ്ങനെ നടക്കുവാനാണ്ട് വേറെ വഴിയില്ല കേട്ടോ. നമുക്ക് തട്ടിപ്പല്ല, നമുക്ക് പിന്നെ ഇസ്തിരി ഇടുമ്പോ ഒന്നുകൂടി എടുക്കാം. ഇതിപ്പോ ഇങ്ങനെ ഇതാക്കി വെക്കുക. അല്ലാണ്ട് ഇത് കറക്റ്റ് നമ്മളെ ഷർട്ട് ഇത് മടക്കും പോലെ മടക്കി കിട്ടുമൊന്നുമില്ല. അങ്ങനെ മടക്കല്ലേ. ഓക്കെ. പിന്നെ ഇതിന് ബേക്കറി ഇട്ടുണ്ടോ പോവാനാ? ഇത് ചെറിയൊരു ബോക്സ് ഇതുകൊണ്ടോണ്ടാ? ഇത് എനക്ക് വേണം കേട്ടോ. എന്റെ കുറച്ച് ഐറ്റംസ് ഇട്ട് വെക്കാനുണ്ട്. എന്താ മൂടി വെക്കുന്നില്ലല്ലോ അതിന്റെ. ഇത് ഷീറ്റാണ് കേട്ടോ. അപ്പൊ ഈ ഷീറ്റ് ഈ ഷീറ്റ് ബേബിന്റെ കയ്യിൽ വെക്കുവല്ലേ? ഷീറ്റ് ഇസ്തിരി ഇടണോ? ഇസ്തിരി ഇടൂല? എന്താ ഇതും വേറൊരു ഷീറ്റാണ് കേട്ടോ. അടിയിൽ ഇങ്ങനെ സോഫ്റ്റ് ഇതായിട്ടുള്ളത്. ഇതും ബേബിന്റെ ബോക്സിൽ വെക്കല. ഇതും നമ്മൾ ഇതെല്ലാം നല്ലോണം തിരുമ്പിയതാണ് കേട്ടോ. അതിന്റെ കവറൊന്നും കാണാത്തതാ. അതാണ് തിരുമ്പി ഉണക്കി വെച്ചതാ. 5-6 ദിവസം എടുത്തിട്ട് ഉണങ്ങി വരുമ്പോഴേക്ക്. പിന്നെ ഇതാ
ഇതിങ്ങനത്തെ ഒരു ടർക്കി ഇങ്ങനെ ക്യാപ്പുള്ള ഐറ്റാ. ഇതെല്ലാം ഓരോന്നാലുള്ളൂ. ഇനി മാണ്ട ഇതൊക്കെ കൊണ്ടുവരുമോ? ആ അല്ല ആരെങ്കിലും എന്താ കൊണ്ടുവരാനൊക്കെ വിചാരിച്ചു. ആളെ ക്യാപ്പുള്ളല്ലോ ഓല എടുത്തുണ്ട്, വെറുതെ വാങ്ങണ്ടെന്ന് വിചാരിക്കണ്ട. ഓരോന്നേ ഉള്ളൂ കേട്ടോ. കൊണ്ടുവരുന്നവരൊന്നും കൊണ്ടുവരാണ്ടിരിക്കണ്ടേക്ക്. എന്താ ഞാൻ കുറച്ച് ലോക്കല, എനക്ക് അങ്ങനെ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. കിട്ടുന്ന വാങ്ങി വെക്കുവാന്നല്ലാണ്ട് എന്താളെ ഞാളെ തെല്ലുണ്ട് ഞാക്കോ വേണ്ട മറ്റോ കിട്ടും. ഏത് ഇത് നല്ല ചെറിയ ഇതാ ബേബി തോർത്തിട്ടോ. രണ്ടെണ്ണം ഇതിൽ വെക്കുവാനല്ലേ? ഒന്ന് എനക്ക് ചോറിലിടുവേ. എന്താ എന്താ ഇതാ ഇത് വെള്ള തുണിയാ? ഏറ്റവും മുള്ള ഇങ്ങനെ മുറിച്ചെടുക്കാനല്ലേ? ആ അല്ല ഞാൻ അളവിനനുസരിച്ച് മുറിച്ച് വെക്കണോ? ഞാൻ പണ്ട് കട്ടിങ് ചെയ്യ പണി. പഴയ ഡബിൾ മുണ്ട് ഉണ്ടോ? ഞാൻ വാങ്ങിയതാ. അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് നമ്മള് പ്രസവമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമല്ലോ. അപ്പൊ വീട്ടിലെത്തിയിട്ട് കിച്ചണിന്ന് ഇവള് ഇടുവാനുള്ള സാധനമാണ് കേട്ടോ ഇത്. കിച്ചണിന്ന് ഇതിട്ടിട്ടാണ് പിന്നെ പച്ചക്കറി സാധനമൊക്കെ മുറിച്ചിടലും കുക്കിംഗ് ഒക്കെ ചെയ്യാം. ഓക്കെ ഇത് ശരിക്ക് എന്തിനല്ലേനു വീഡിയോയില് നോക്കാൻ എന്താ എന്നോട് മറന്നുപോയി. വീഡിയോയിൽ ഉണ്ടാവും, ആർക്കും അറിയാമെങ്കിൽ പറയുന്ന നോക്കാണ്ട് കഴിച്ചിട്ടാവുമല്ലോ. ആ അത്ര ഞാൻ മോളെ ഒരു മാസം കൂടി എനിക്ക് ഞാൻ കകി തരുമെന്ന്. എനക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ട് പോവാൻ. പ്രസവം കഴിഞ്ഞിട്ട് എന്താ ഞാനൊരു കുറച്ച് ദിവസത്തേക്ക് യാത്രയിലായിരിക്കും. അതിനൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ. അടുക്കള പണി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതല്ല, നമ്മളും കൂടി ചെയ്യേണ്ട കേട്ടോ. അതെല്ലാം തമാശ പറഞ്ഞു. ഓക്കെ എല്ലാവരും പരസ്പരം ഇതിൽ വെക്കണ്ടല്ലേ? ഇഞ്ചല്ല. ആ ഇതിൽ വെക്കൂ. ഇത് ട്രോളിയിൽ വെക്കണ്ട. ട്രോളിയിൽ എന്നാ വെക്കാൻ ഉദ്ദേശിച്ചേ? സഫാരി. ഇതെന്താ ഉണ്ടോ ഐറ്റംസ്? ഫയലോ? എന്ത് ഫയല്? എന്താ ഇത്? അപ്പൊ ഈലുള്ള കഴിഞ്ഞില്ല ബേബിന്റെ ഈലൊക്കെ ഇല്ല അല്ലേ? ഇത് പിന്നെ ഈലായി പോയി ചോദിക്കാൻ. ഇതില് ലോഷനും കാര്യം തന്നെ വെക്കണ്ടേ? ഈ രണ്ട് തോർത്തായിരിക്കില്ല എനിക്കോ? അതെ അത് എനക്കോ ഇല്ലാത്ത ഭാര്യ വർഷം ഭർത്താവിന്റെ ഡ്രസ്സും ഒക്കെ ഇട്ട് കൊണ്ടുപോണ്ടേ? ഇതിലാ ഇഞ്ച വെക്കുന്ന? ട്രോളിയിൽ വെക്കുന്നില്ല? ബേബിന്റെ ആകുന്ന ഇല്ല, ഓരോന്ന് കിട്ടുന്ന വെക്ക. ഇതെന്നാ ഇത് നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് പുതപ്പോ ഈ രണ്ട് മാക്സി വെക്കല്ലേ? ഇത് ഞാൻ നാട്ടിൽ നിന്ന് വലിയ പൈസ കൊടുത്ത് തുണി വാങ്ങി അടിച്ച അവിടുന്ന്. ഇത് ടോപ്പ് ഇത് ഫുൾ ഓപ്പൺ അല്ലല്ലോ, സാധാ അല്ലേ? ഫുൾ ഓപ്പൺ ഇല്ലാത്ത പിന്നെ മറ്റേ നമുക്ക് മറ്റേ ഇന്ന് കിട്ടിയ മറ്റേ മാക്സി ഒക്കെ അവിടെ പോയി കൊറേ മാക്സി മെറ്റർനിറ്റി മാക്സി അതിപ്പോ എടുത്തില്ല അല്ലേ? അതോള് കൊണ്ടാച്ചതാട്ടോ. ഇപ്പൊ അതപ്പ് അടുത്ത കൊണ്ടുപോകില്ല. പുതപ്പൊക്കെ അവിടെ ഉണ്ടാവൂലേ? അപ്പൊ ഇന്ന് ഇതായിട്ട് ബക്കറ്റ് നമ്മള് റമീസിന്റെ ഒരു പ്രൊഡക്റ്റ് ആയത്. ഇത് നിങ്ങൾക്ക് ആവശ്യമല്ലേ? ഇവിടെ പ്രസ് ചെയ്ത ബക്കറ്റ് ആവും. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുകയല്ലേ, അപ്പൊ നമുക്കൊരു നമ്മളെ ബക്കറ്റ് ഉള്ള നല്ലത് തന്നെയാണ്. പിന്നെ ഇതെന്തെന്നാ ഇതിന്റെ ഒരു മാക്സിയോ ഒക്കെ ഉണ്ട്. ഇത് ഡെലിവറിക്ക് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാനില്ല. തോർത്തോ ചോദിക്കുമ്പോൾ കൊടുക്കാനാ?
പിന്നെ ഇതൊക്കെ ഇതിൽ വെക്കണോ? മെറ്റർണിറ്റി സാനിറ്ററി പാഡും ഡിസ്പോസിബിൾ. അപ്പൊ ഇത് ബാഗിൽ വെക്കാനാ? ഇത് ഇതിൽ വെക്കാ. പിന്നെ തൊട്ടിലെടുക്കട്ടെ? എന്താ തൊട്ടിലുണ്ടോണ്ടാ? തൊട്ടിലുണ്ടാവൂല? എന്താ മോളെ, ഞാൻ എനക്കിത് മുമ്പ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. സോറി, ഒരു കയ്യെ പത്രം മാറ്റിക്കരുത്. ഇത് എന്തെന്നാ ഇവള് ഒരു ഇതെന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചാട്ടോ. പിന്നെ ബേബീന്റെ ഇത് കഴിഞ്ഞാൽ ഒക്കെ ബേക്കറി ആയിട്ട് ഇട്ട് വെക്കാലോ നൈസില്. ഇത് കൈക്കും കാലിനും ഇട്ട് വെക്കുന്ന സോക്സ് അല്ലേ. പിന്നെ ഇത് ടവലും. ഇതിന്റെ ലോഷൻ വെക്കുന്നുണ്ടോ? ഇത് ബോഡി ലോഷന് സബാമെറ്റിന്റെ, പിന്നെ ബേബി ക്രീമും, അതുപോലെ ഒരു ബേബി സോപ്പും ഉണ്ട്. സോപ്പ് നമ്മള് പിന്നെ ഇങ്ങനെ സോപ്പ് ഒട്ടി വാങ്ങിക്കണല്ലോ. അതിൽ വെക്കട്ടെ? പൊളിച്ചു വെക്കുവാനാ? ഈ ബോക്സ് ഉണ്ടായാലും കൊള്ളൂല. പൊളിച്ചു വെക്കുവാനാ? ഇപ്പൊ തന്നെ പൊളിച്ചു വെക്കണോ? എന്താ പറഞ്ഞോ? ഇനി കുറക്കണ്ട, പറഞ്ഞോളി. ക്വാളിറ്റി മോളെ, ക്വാളിറ്റി സോപ്പ് ഒട്ടിക്കല്ലേ, എത്ര ക്വാളിറ്റി അല്ലേ അവിടെ ഉള്ളതല്ലേ വാങ്ങാനാവും. ഇത് ഇങ്ങനെ വെക്കാം, കവർ വെക്കാണ്ട്. ഓക്കെ, എന്നാ ഇതിലൊന്നും അവര് സോപ്പ് ഇട്ട് വെച്ചിക്ക. ശരി, ഇനി നല്ല ഈ സോപ്പ് നമുക്ക് എന്താ മലപ്പുറം ഖദീജ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് പിന്നെ പേജ് ഉണ്ട് കേട്ടോ, അവര് തന്നതാണ്. നല്ല നല്ല സോപ്പ്, അടിപൊളി സോപ്പ് അല്ലെ. അസാസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, അടിപൊളി സോപ്പാ. ഇത് ബേബിന്റെ വെക്കണോ? ഇഞ്ചല്ലേ സൈഡിൽ വെക്കാം. പിന്നെ ഈ പേസ്റ്റോ? അപ്പൊ പേസ്റ്റോ പിന്നെ ഞാക്ക് വലിയൊക്കെ ഇത് ഒന്നനക്കൊന്ന് എനിക്കല്ലേ വലിയൊക്കെ അല്ലേ? ഓലക്കെല്ലാം ഇത് തന്നെ കൊടുക്കുക. ഇഞ്ച കൊടുത്തോ? എന്റെ കൊണ്ട് ഞാനേ തേക്കൂ. ഈ പേസ്റ്റോ സൈഡില് തൽക്കാലം വെക്കുക. പിന്നെ ഇത് ബേബിന്റെ വൈപ്സിൽ വെക്കാം അല്ലേ? ബേബിന്റെ വൈപ്സ്. പിന്നെ ഇത് നഖംപൊട്ട് നോക്കണ്ടേനു, മുടിവാരം നോക്കാം. ഇത് എടുക്കണം, ഇതിപ്പോ ആവശ്യമാണ്. പിന്നെ ഈ ഹഗ്ഗീസോ ബേബിന്റെ അതിൽ വെക്കട്ടെ? ഓ ഇതിൽ ഇത്ര വില ഉള്ളൂ. എന്ത്? ഓരോന്നാ പറയാ, എല്ലാം കൂടെ ഒപ്പരല്ല. എന്തെങ്കിലും ചോദിക്കുമ്പോ ഓരോക്കെ ഉണ്ടാവുമല്ലോ. അതിന് നമ്മള് വീഡിയോ എടുത്ത് വെക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ അതാണ് കേട്ടോ. എന്നാ എവിടെയാ ഉള്ളതെന്ന് തിരിയാണ്ടിട്ട്. അതെ, ഉയ്യന്റെ അമ്മേ, ഇത് ഇതാ നന്ദിക്കാരോ. സൈദിന്റെ മുടിയല്ലേ ഇതാണ് കൊള്ളാത്തുള്ള അബ്ജീസ്. ഓക്കെ, ഇതിലൊക്കെ അല്ലേ കവറില്? ഇതിൻ്റെ അകത്ത് വെക്കാം. ഇത് ഇതിൽ വെച്ചാൽ പോരെ, കവറിൽ വെക്കണമെന്നില്ലല്ലോ. ഇതിലാക്കി അധികം അമർത്തി വെച്ചോളൂ കേട്ടോ, അതൊന്നും ഇതായി പോയിരിക്കും അല്ലേ? അങ്ങനെയുണ്ടോ? ഏത് അതിലാക്കണ്ടേ? സൈഡിലങ്ങ് വെച്ചാ പോരെ? സൈഡിലത്തെ മുമ്പിലുണ്ട്, അതിലൊന്നും നോക്കണ്ടേ? അതില് ബ്രഷും പേസ്റ്റും മാത്രം.
ഓ പിന്നെ അതൊക്കെ കയ്യിൽ നിങ്ങളെ സ്പ്രേയും പൗഡറും ചോദിക്കാനില്ല. ആ കല്യാണത്തിനല്ല ഹോസ്പിറ്റലിലാ പോകുന്നത്. എന്താ ചേട്ടാ ഒരു പ്രശ്നം കാണുന്നുള്ളൂ, മറ്റേ പോയി യാ ഹൗല വരാ. ആ കിട്ടി. ചേർക്ക് ഭയങ്കര ചീർപ്പല്ല ആവശ്യമുണ്ടോ? അത് അതിന്റെ ഇടയ്ക്ക് പ്രസവിക്കാൻ പോകുന്നതിന്റെ ഇടക്ക് അപ്പൊ എനിക്ക് മുടികൊഴാറല്ലോ നേരെ ഉണ്ടാവുക. ഒരു പൗഡർ വേണം. അല്ല ഇതിനല്ലപ്പ നേരെ ഉണ്ടാവാന്ന് ചോദിക്കുന്നത്. ലേബർ നമുക്ക് അതിന്റെ മുമ്പ് പൗഡർ ഇടുക ചെയ്യാം. അല്ലല്ല ലേശം ഓരോന്നും ഇതാക്കുന്നുണ്ടോ? അങ്ങനെയല്ല ആവശ്യം ഉണ്ടാവും. നിങ്ങൾ പറയും സാധാരണക്കാർക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവും. മേക്കപ്പ് കാറൊക്കെ അതും കഴിഞ്ഞില്ലേ? ഇനി എന്നുള്ള ഇനിയാണ് ഇത് കൊണ്ടുപോകണം കേട്ടോ. ഇത് മറ്റേ പിന്നെ ബേബിനൊക്കെ അടുത്തുന്ന കൊതുവലൊക്കെ ഉള്ള ബെഡ് ഇതില്ല വെക്കുക. ഇങ്ങനെ ആക്കണ്ട, ഇത് ഈ വീഡിയോന്റെ രസത്തിന് ഞാൻ ആക്കിയതാ. നമ്മള് അതും വെക്കണം. പിന്നെ ഇതാ ഇത് ഇത് ഈറ്റ ഒന്നുകൂടി കിട്ടിയ തരക്കേടില്ല അല്ലേ? ഇത് 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 പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ സിബ് ഇടണം. അതാ എന്താ എന്നെ പറയാൻ ഇഞ്ഞോ? ആഹാ ശരി. ഇത് ഇങ്ങനെയാണ് കേട്ടോ. എന്താ മോളെ കുഞ്ഞ് പിന്നെ പ്രസവിച്ച ഇങ്ങനെ ആട്ടിയെല്ലാം കൊടുക്കണ്ടേ? ഇതെന്താ അങ്ങനെ ഉണ്ടല്ലേ? വേറെ ഇല്ല കേട്ടോ, അത്രേ ഉള്ളൂ. നിങ്ങൾ ഉള്ള കുറെ സാധനം അന്ന് അത്രേ ഉള്ളൂ. അപ്പൊ ഏകദേശം എല്ലാം ആയിക്കും ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇത് ഇതാക്കി വെക്കണം. പിന്നെ ഇത് ആവശ്യമില്ലടോ. ഇത് ചെറിയൊരു തലക്കാണിയൊക്കെ വെച്ച് കൊടുക്കാൻ തോന്നുന്നല്ലേ? നമ്മള് രണ്ടാളും ഉള്ളെങ്കില് നല്ല കോമഡി ആയിരിക്കും മോളെ. ആരോടെങ്കിലും വരുവാൻ പറ. കുറച്ച് ദിവസം കൊണ്ട് എത്തും എന്തായാലും. രണ്ട് വിവരമില്ലാത്ത പോലായാല് എങ്ങനെ ഉണ്ടാവും? ലേശം ഓക്കും വേണല്ലേ എനക്കും വേണം. രണ്ടാക്കും ഇല്ല എന്ത് ചെയ്യാനാ? എന്തായാലും ഇതിന്റെ ആവശ്യം ഉണ്ടാവുക. ഈ ഷീറ്റിന്റെ ഇതില് തന്നെയാ തോന്നുന്നല്ലോ കെടുത്തോ അല്ലെ ബേബിന? ഈ സാധനത്തിൽ തന്നെയല്ലേ കെടുത്തോ? ഇതാണ് മെയിൻ മാണ്ടിയെന്ന് തോന്നുന്നു അല്ലേ? ഇതൊക്കെ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം. ഒരു കമന്റ് ചെയ്യും. എന്റെ അഭിപ്രായം ഇതൊക്കെ നമ്മൾ എവിടെങ്കിലും വിരിച്ച് കെടുത്തൂലേ കുറച്ച് വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഹോസ്പിറ്റലിൽ അഥവാ പിന്നെ കിടക്കാനോ ഇല്ലെങ്കിൽ എനിക്ക് ഇത് വിരിച്ചാൽ കിടക്കാനോട്ടോ. ആണല്ലേ? വയറിന്റെ ഭാഗമാണോ പൊളിച്ച് കിടക്കാലോ. വേറെ വായില്ലെങ്കിലോ? അല്ല ഇനി പിന്നെ ഇത് ബേബിൻ്റെതും ഇവളതും ആണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ഇനി എന്റെ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഉണ്ട്, അത് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം വിട്ടു, നമ്മളെ പിന്നെ റൂമിന്റെ അപ്പുറത്തെ റൂം കാലിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആ റൂം ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കോ. ഈ വീഡിയോന്റെ ലാസ്റ്റ് വീടിന്റെ ഒരു വീഡിയോ ഉണ്ടാവും, എത്ര റൂം കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തു തരാം. അതിൽ ഇവിടുത്തെ ഹൗസ് ഓണറുടെ നമ്പറും കൊടുക്കാം. ഓക്കെ, നമ്മുടെ നെയ്ബർ ആവാൻ താല്പര്യമുള്ള ആളുകൾ കടന്നു വരും. അത്യാവശ്യം കുക്കിംഗ് എല്ലാം അറിയുന്നവരായിക്കോട്ടെ അല്ലേ? എന്താ ഇടക്കിടക്ക് നിങ്ങള് ഒരു സാമ്പാർ ഇങ്ങോട്ട് തരുവാ, ഞങ്ങൾ ഉപ്പുമാവ് അങ്ങോട്ട് തരും. നിങ്ങള് ബിരിയാണി ഇങ്ങോട്ട് തരുമ്പോ ഞങ്ങള് പരിപ്പ് കറിയും ചോറും അങ്ങോട്ട് തരും. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലായിട്ട് നമുക്ക് പോവാ. കഷ്ടകാലത്തിന് ചെറിയാനോടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി തീറ്റാ ചിലക്കളി ചിലച്ച ആരാ ഇവിടെ വരുവാന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് കിഡിങ്. അപ്പൊ താല്പര്യമുള്ളവർ വന്നട്ടാ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അത്രയല്ലേ ഉള്ളൂ, വേറൊന്നുമില്ല ഉള്ളതാ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ വെച്ചൊക്കെ ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു തരണോ? ഓക്കും അറിഞ്ഞൂടാ, എനക്കും അറിഞ്ഞൂടാ. ഞാനിങ്ങനെ മാണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അർജന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമേ ഉള്ളൂ. എന്നാന്നോ? കായ് പൈസ അതുണ്ട്, ബാക്കിയെല്ലാം നടക്കും. എല്ലാത്ത എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങള് പറഞ്ഞു കേട്ടോ. എന്നിട്ട് വേണമെല്ലാം വാങ്ങുക. നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞു കേട്ടോ എന്തൊക്കെയാണ് വേണ്ടിയത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞാ. ഓക്കെ, അപ്പൊ ഓരോ ദിവസം ഇങ്ങനെ ആവും തോറും നമുക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിങ്ങിലൂടെ അല്ലേ പോന്നെ. ഇനി 14-ാം തീയതിയാണ്
ഇനി ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാ മാക്സിമം ഈ മാസം ലാസ്റ്റില് ജനുവരി തന്നെ ആയിക്കോട്ടെ അല്ലേ. ഡെലിവറി ഡേറ്റ് കുറച്ച് അങ്ങോട്ടെല്ലാം നീണ്ടു കിട്ടിയാലൊക്കെ സുഖമായിരുന്നു അല്ലേ. അതെ ആ ടൈങ്ങള് അത് ഉറക്ക് കുറവ് പ്രഗ്നൻസി ഡേറ്റ് അടുക്കുമാണോ ഉറക്ക് കുറവ് വരുക? എങ്ങനെയാ ഉറക്ക് കുറവ്? അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് അറിയിക്കട്ടോ. ഉറക്ക് കുറവ് എങ്ങനെയാ വരിക കാര്യങ്ങളൊക്കെ. എനക്ക് അത്യാവശ്യം ഉറക്ക് വരുന്നുണ്ട്. എന്താ കൂർക്കാന്നല്ല അങ്ങ് പറഞ്ഞോ? അങ്ങനെയില്ല. ഇപ്പൊ ഭാര്യ പ്രസവിക്കാനായാലും ഭർത്താവിന് കൂർക്കം കൂടുവോ അല്ലെങ്കിൽ ഉറക്ക ദിവസം കൂടുതൽ കിട്ടുവോ? അങ്ങനെ ഉണ്ടോ നിങ്ങളെ വീട്ടിൽ? അങ്ങനെ ഉണ്ടോ? നിങ്ങളൊന്ന് അറിയിക്കട്ടോ. എന്നാ അഭിപ്രായം നമ്മൾ അറിയണല്ലോ എന്തായാലും. അപ്പൊ എന്നാ പിന്നെ ആയിക്കോട്ടെ, വേറെ ഇല്ല, ഇത്ര തന്നെ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ ഒഴിഞ്ഞ റൂം കേട്ടോ. ഇപ്പോൾ ഈ അറ്റത്തുള്ള റൂമാണ്. ഞങ്ങളുടെ റൂം വരുന്നത് ഇപ്പുറത്തെ അറ്റത്താണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ സബൈൻ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. 1 കിലോമീറ്റർ ഒന്നും ഇല്ല. നമുക്ക് നടന്ന് വരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഷോർട്ട് വഴിയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കയറിയാൽ ഹാളും നല്ലൊരു ഡൈനിങ് ടേബിളും ഉണ്ട്. പിന്നെ ഒരു റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട്. AC ഉണ്ട്. ആ ബാത്റൂമിൽ എക്സോസ്റ്റ് ഫാന് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ വെക്കാനുള്ള ഷെൽഫ് കാര്യങ്ങളൊക്കെ അതും ഉണ്ട് കേട്ടോ. ഇവിടെ കുഴപ്പമില്ലാത്ത ഒരു റൂമാണ്. 2 കട്ടിലുമാണെങ്കിലും ഇടാം. അപ്പോൾ ഒരു കട്ടിലേ ഉള്ളൂ. പിന്നെ ഡൈനിങ്, പിന്നെ ഇതവിടെ വാഷ് ബേസിന് സെപ്പറേറ്റ് ഉണ്ട്. ഇപ്പുറത്ത് മറ്റ് റൂമാണ്. ഈ റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ഇല്ല, AC ഇല്ല കേട്ടോ. ഓക്കെ, എന്നാലും നല്ല തണുപ്പാണ്. ഇവിടെ ഭയങ്കര വെയിലടിക്കുന്ന സ്ഥലമല്ല, മെയിനായിട്ട് നല്ലൊരു ചോലയുള്ള സ്ഥലമാണ് ഇവിടെ. വെയിൽ വളരെ കുറവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഇതാ ഡൈനിങ് 4 ടേബിളും കാര്യമെല്ലാം ഇട്ട് TV ഉണ്ട്. പിന്നെ ഇതാണ് കിച്ചൺ വരുന്നത്. ഇതാ ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സോസ്റ്റ് ഫാനും ഉണ്ട് കേട്ടോ കിച്ചണിൽ. അതാണ് എടുത്ത് പറയേണ്ടത്. ഈ പ്രഗ്നൻ്റ് ആയുള്ളവർക്ക് സ്മെല്ലൊക്കെ പ്രശ്നമാണല്ലോ. പിന്നെ ഇതാ പുറത്തുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ഇതാ വാഷിംഗ് മെഷീനും ഉണ്ട്. പിന്നെ ഇന്ത്യൻ ടോയ്ലറ്റാണ് കേട്ടോ. ഓരോ റൂമിൻ്റെയും പുറമെ സെപ്പറേറ്റഡ് ആണ്. അപ്പുറമുള്ള പോലെ നമുക്ക് ഇപ്പുറത്ത് പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റൂല. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ്. ഇത് നമ്മുടെ മാത്രം ഏരിയ ആണ്. ഇവിടെ അയിലും ഉണ്ട്, ആറിയിടുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവർ വിളിച്ച് ചോദിക്കാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടവർ നമ്പറിൽ തന്നെ വിളിക്കുക. അധികം ദൂരം ഇല്ല, ഞാൻ പറഞ്ഞല്ലോ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. തെക്കേക്കര എന്നാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേട്ടോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക.